1980 2 സീറ്റിൽ നിന്ന് BJP ഇന്ന് പാർലമെന്റ് മുഴുവൻ ഭേദിച്ച് പാർലമെന്റ് BJPയുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് കോട്ടകൾ ഭേദിക്കപ്പെടാനുള്ളതാണ്, ഭേദിച്ചിരിക്കും. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. ഇനി ആരും സൂത്രം കാണിച്ചാ. കാസർകോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധനയിൽ BJPക്ക് അധിക വോട്ട് രേഖപ്പെടുത്തിയ സംഭവം. താമരയ്ക്ക് ഒരു വോട്ട് ചെയ്താൽ വിവിപാറ്റ് എണ്ണുമ്പോൾ 2 എണ്ണം ലഭിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. 1 മണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. വോട്ട് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചത് ഞാൻ വോട്ട് ചെയ്ത പാർട്ടിയുടെ ചിഹ്നമല്ല റൈറ്റ് സൈഡിൽ കാണിച്ചത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. താമരയുടെ ചിഹ്നമാണ് വന്നത്. Now it makes sense. ഇതായിരുന്നു അവന്റെ കോൺഫിഡൻസ്. അന്നേരം തന്നെ ഞാൻ ആ പോളിംഗ് ബൂത്തിൽ തന്നെ നിന്നു. അത് പ്രസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതല്ല ചിഹ്നം. കഴിഞ്ഞു ഇനി പോരെന്ന് പറഞ്ഞു. അയ്യോ കഴിഞ്ഞില്ല ഇനി കുറേയുണ്ട്. തൃശൂരിൽ BJPക്ക് വോട്ട് ചെയ്യാൻ പണം നൽകിയതായ ആരോപണം. 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ, അതവന്റെ രക്തത്തിലുള്ളത്. ഒരു വീടിന് 500 രൂപ വീതമാണ് നൽകിയത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നാട്ടുകാർ തടഞ്ഞതോടെ BJP പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. വശപ്പശകായോന്നൊരു സംശയം. സംശയിക്കണ്ട, വശപ്പശക തന്നെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.